ടാങ്കുകൾ നിരന്നു നിൽക്കുന്ന യുദ്ധക്കളങ്ങളും ആകാശത്ത് ഗർജിക്കുന്ന യുദ്ധവിമാനങ്ങളും ഇനി വെറും പഴങ്കഥയാവാൻ പോവുകയാണ്. യുദ്ധതന്ത്രങ്ങളിൽ മിസൈലുകളും വിപ്ലവം സൃഷ്ടിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിശബ്ദമായി പറന്നെത്തുന്ന ഡ്രോണുകളാണ് ലോകരാജ്യങ്ങളുടെ കരുത്തു നിശ്ചയിക്കുന്നത്. പക്ഷേ ഈ മത്സരക്കളത്തിലേക്ക് ചൈന ഇപ്പോൾ ഇറക്കിവിട്ടിരിക്കുന്ന പുതിയ അവതാരം പ്രതിരോധ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരൊറ്റ വിരൽത്തുമ്പിലെ ചലനത്താൽ 100ഓളം ഡ്രോണുകൾ ഒരേ സമയം ആകാശത്തേക്ക് ഇരച്ചുകയറുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്ന അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം ആണിത്. മിനിറ്റുകൾക്കുള്ളിൽ 96 ഡ്രോണുകൾ വരെ ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ സംവിധാനം വെറുമൊരു ആയുധമല്ല, ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ആകാശത്തു നിന്ന് വീഴുന്ന ഒരു ഡിജിറ്റൽ സുനാമിയാണ്. 3 പ്രധാന യൂണിറ്റുകളാണ് അറ്റ്ലസ് സിസ്റ്റത്തിന്റെ കരുത്ത്. സ്വാം 2 കോമ്പാറ്റ് വാഹനം, നിയന്ത്രണ കേന്ദ്രമായ കമാൻഡ് യൂണിറ്റ്, പിന്നെ സപ്പോർട്ട് വാഹനം. ഇതൊരു ചലിക്കുന്ന യുദ്ധ പ്ലാറ്റ്ഫോമാണ്. അതായത് സ്ഥിരമായ ഒരു സൈനിക താവളം ഇതിന് ആവശ്യമില്ല. ഒരു പ്രദേശത്ത് നിന്ന് മിന്നലാക്രമണം നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരിടത്തേക്ക് നീങ്ങാൻ ഈ മൊബൈൽ യൂണിറ്റിന് കഴിയും. അറ്റ്ലസിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ വേഗതയാണ്. വെറും 3 സെക്കൻഡിൽ താഴെ ഇടവേളയിൽ ഓരോ ഡ്രോണും വിക്ഷേപിക്കാനാവും. റഡാറിൽ ദൃശ്യങ്ങൾ തെളിയുമ്പോഴേക്കും 96 ഡ്രോണുകളുടെ ഒരു വൻപട ശത്രുവിന് മുകളിൽ എത്തിയിരിക്കും. ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഒരേ സമയം ഇത്രയധികം ലക്ഷ്യങ്ങളെത്തുന്നതിലൂടെ നിശ്ചലമാക്കാൻ ഇതിന് കഴിയും. ഇതൊരു വെറും ഡ്രോൺ കൂട്ടമല്ല, മറിച്ച് ഒരു ഏകീകൃത ബുദ്ധിസമ്പന്ന സൈന്യമാണ്. ഓരോ ഡ്രോണിനും ഓരോ ചുമതലയുണ്ട്. ചിലത് നിരീക്ഷണത്തിന്, ചിലത് ശത്രുവിൻ്റെ റഡാറുകളെ ജാം ചെയ്യാൻ, ചിലത് ആശയവിനിമയത്തിന്. ഒടുവിൽ ആക്രമണ ഡ്രോണുകൾ ലക്ഷ്യത്തിലേക്ക് ഇരച്ചുകയറും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പരസ്പരം വിവരങ്ങൾ പങ്കുവച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ചെലവ് കുറവാണെന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഒരു ആധുനിക യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ് കൊണ്ട് ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാം. ജീവൻ സുരക്ഷിതം. സൈനികരുടെ ജീവൻ പണയപ്പെടുത്താതെ തന്നെ ശത്രുവിൻ്റെ ഉള്ളറകളിൽ ആക്രമണം നടത്താം. പ്രതിരോധിക്കാൻ പ്രയാസം. വലിയ വിമാനങ്ങളെ തകർക്കാൻ എളുപ്പമാണ്. എന്നാൽ താഴ്ന്നു പറക്കുന്ന പല ദിശകളിൽ നിന്ന് ഒരേ സമയം വരുന്ന 100ഓളം ചെറിയ ഡ്രോണുകളെ വെടിവെച്ചിടുക എന്നത് നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അസാധ്യമാണ്. ചൈന ഇലക്ട്രോണിക് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ അഥവാ CETC ആണ് ഈ അത്ഭുത ആയുധത്തിന് പിന്നിൽ. ഇന്റലിജന്റൈസ്ഡ് വാർഫെയർ എന്ന ചൈനയുടെ പുതിയ യുദ്ധ സിദ്ധാന്തത്തിന്റെ ഭാഗമാണിത്. ഭാവിയിലെ യുദ്ധം കൂടുതൽ AI നിയന്ത്രിതവും ഡാറ്റ അധിഷ്ഠിതവുമായിരിക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. അറ്റ്ലസ് സിസ്റ്റം ലോകത്തോട് പറയുന്നത് ഒന്നു മാത്രം: ഇനി വൻസേനകളുടെ കൂട്ടയോട്ടമല്ല, മറിച്ച് അദൃശ്യമായ ഈ ഡിജിറ്റൽ സൈന്യത്തിൻ്റെ ഏകോപിത ആക്രമണങ്ങളാകും വിജയികളെ തീരുമാനിക്കുക. ലോക സൈനിക ശക്തികളുടെ പഴയ കണക്കുകൂട്ടലുകൾ എല്ലാം വീണ്ടും എഴുതേണ്ടി വരും. ചൈനയുടെ ഈ പുതിയ നീക്കം ലോകത്തെ ഏത് തരത്തിലാണ് ബാധിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.